പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ടെസ്റ്റുകളുടെ എണ്ണം 50 ചുരുക്കിയതിനെതിരെ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും സമരം നടത്തി. കോഴിക്കോട് ഫറൂഖ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു. മലപ്പുറത്ത് പോലീസും അപേക്ഷകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് സ്ലോട്ട് ലഭിച്ച മുഴുവൻ ആളുകൾക്കും ടെസ്റ്റ് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 50 ചുരുക്കിയതിനെതിരെയാണ് പ്രതിഷേധം. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെത്തിയ ശേഷമാണ് പരീക്ഷാർത്ഥികൾ ടെസ്റ്റുകൾ വെട്ടിച്ചുരുക്കി എണ്ണം അറിയുന്നത്. ടെസ്റ്റ് പൂർത്തിയാക്കി വിദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തവർ പോലും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെത്തി നിരാശരായി. ഈ ഒരു ഡേറ്റിന് വേണ്ടി കാത്തു നിന്ന് വന്നവരാണെന്ന് 4:30 മണി 3 മണിക്ക് എണീറ്റ് ഇവിടെ വന്നിട്ട് ഇതിനൊരു അവകാശം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ അവകാശത്തിന് വേണ്ടി പറയുമ്പോൾ എന്ത് ന്യായമാണ് ഇവർ കാണിക്കുന്നത്? മലപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 മാസമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ. എന്നിട്ട് ഇപ്പം ഡേറ്റ് കിട്ടിയതാ. എന്നിട്ട് ഈ ആൾക്കാർ പോലീസ് പ്രകോപനം ചെയ്താൽ വലിയ വിഷയമല്ല അത്. ഞങ്ങൾ രണ്ടാൾക്കാർ അറസ്റ്റ് കൊണ്ടുപോയത്. കോഴിക്കോട് ചേവായൂരിൽ പ്രതിഷേധക്കാരെ സന്ദർശിച്ച MK രാഘവൻ മന്ത്രി ഗണേഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു. ഇന്നൊന്ന് കൊടുത്ത സ്ലോട്ട് പൂർണ്ണമാക്കാം. പിന്നെ നിങ്ങൾ അതൊരു സമയം പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നേരത്തെ മിനിസ്റ്റർക്ക് ഓർഡർ പോലെ ചെയ്താലും കുഴപ്പമില്ല. ഫറൂഖിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താമെന്നും ടെസ്റ്റ് നിയന്ത്രിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിപ്പം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചില ആൾക്കാരെ പങ്കുണ്ടെന്ന് പറയാം. പക്ഷേ ആ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് 6 മിനിറ്റ് കൊണ്ട് കൊടുക്കത്തില്ല. പക്ഷെ വിശദമായി പരിശോധിച്ച് വന്നവർക്ക് മുഴുവൻ ടെസ്റ്റ് നടത്തും. യോഗ വിവരം ചോർത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെയ് മാസം മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ചുരുക്കുന്നതിന് മുന്നോടിയായാണ് മന്ത്രി ഇടപെട്ട് എണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.